ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഓണത്തിൻ്റെ തലേദിവസം ഉത്രാടം. അപ്പോൾ എല്ലാവർക്കും ജർമ്മനിയിൽ നിന്ന് ഒരുപാട് സ്നേഹത്തോടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ആദ്യം തന്നെ പറയാനാട്ടോ. നാട്ടിൽ നിന്ന് എനിക്ക് ഒരു പുതിയ ഫ്രണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഓണം ആഘോഷിക്കാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ നാളായി നമ്മുടെ നാട്ടിലെ പോലെ പ്രോപ്പറായിട്ടുള്ളൊരു സദ്യയൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റിൽ ബുക്ക് ചെയ്തുകൊണ്ട് മിക്കവാറും എല്ലാ ഐറ്റംസും കൂട്ടി നല്ലൊരു അടിപൊളി ഓണസദ്യ കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഇൻട്രൊഡക്ഷൻ എടുക്കാനുള്ള ആവേശത്തിൽ ഞാൻ ട്രെയിനിൻ്റെ സമയം നോക്കാനേ മറന്നുപോയി. എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി ഒരൊറ്റ ഓടി ട്രെയിനിൽ വന്ന് കയറിയത് മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ. ഭാഗ്യം കൊണ്ട് കിട്ടിയെന്ന് പറയാം. പിന്നെ മാത്രമല്ല, ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മളെപ്പോഴും അടുപ്പിച്ച് അപ്ലോഡ് ചെയ്യാണ്ടിരിക്കുമ്പോഴേ ഈ ഇൻട്രൊഡക്ഷനൊക്കെ എടുക്കുമ്പോൾ ഒരു തപ്പലും പരതലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇന്ന് ഡബിൾ ഡെക്കർ ട്രെയിനിലാണ് കേട്ടോ യാത്ര ചെയ്യുന്നത്. അപ്പോഴേ പുറത്തോട്ട് നോക്കിയിരുന്നപ്പോൾ ആകാശത്തിൻ്റെ ഭംഗിയുണ്ട്. എന്ത് രസമെന്ന് നോക്കില്ലേ, അത് നിങ്ങളോട് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നിട്ടാണ് ഞാൻ ആകാശത്തിന് ഇത്രയും ഭംഗിയുണ്ടെന്ന് മനസ്സിലായി കേട്ടോ. കാരണം നമ്മുടെ നാട്ടിലൊന്നും ഇത്രയും ഭംഗിയിൽ ആകാശം ഞാൻ കണ്ടിട്ടില്ല സത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ആണ്. പൊതുവേ നമുക്ക് ഇപ്പം തണുപ്പാണ്. ഇവിടുത്തെ സമ്മർ സീസണൊക്കെ കഴിഞ്ഞിട്ട് ഓട്ടം സീസൺ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പം നമുക്ക് ഇവിടുന്ന് ഹന്നോവറിൽ നിന്ന് ഏകദേശം 2 മണിക്കൂറാണ്. ഹന്നോവറിൽ നിന്നല്ലോ, റൈനിൽ നിന്ന് ഹന്നോവറിലോട്ട് 2 മണിക്കൂറാണുള്ളത്. അവിടെ നിന്ന് ഒരു ഏകദേശം അരമണിക്കൂറോളം ഉണ്ട്. ബുർഗ്ഡോഫ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ റെസ്റ്റോറൻ്റ് ഉള്ളത്. അവിടെയാണ് നമ്മൾ ഓണസദ്യ ബുക്ക് ചെയ്തിരിക്കുന്നത്. ജർമ്മൻകാരിവിടെ ഹന്നോവർ എന്നല്ല പറയുന്നത്, ഹന്നോഫർ എന്നാണ് കേട്ടോ പറയുന്നത്. വി വന്നിട്ട് ഫൗ ആയിട്ടാണ് അവർ പ്രൊണൗൺസ് ചെയ്യുന്നത്. ഇന്ന് എൻ്റെ കൂടെ ഓണസദ്യ കഴിക്കാൻ വരുന്നൊരു പുതിയ ഫ്രണ്ടാണ് കേട്ടോ, ശ്വേത നാട്ടിൽ നിന്ന് വന്നിട്ട് 2 മാസമായിട്ടുള്ളൂ. ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ BFT ചെയ്യാൻ കേട്ടോ. ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ബാക്കി വിഷയങ്ങൾക്ക് നമ്മൾ ഒരുമിച്ച് പോകും. ശ്വേതേനെ കാണാനും ഓണസദ്യ കഴിക്കാനാണ് നമ്മൾ ഹന്നോവർ വരെ വന്നത് കേട്ടോ. അപ്പം ശ്വേതേനെ ഞാൻ പരിചയപ്പെട്ടത് എങ്ങനെയാണ് ശ്വേത? നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വഴി നമ്മൾ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ നേഴ്സിന് നമുക്ക് ഏജ് ലിമിറ്റ് ഇല്ലാന്നോ ഏത് പ്രൊഫഷനിൽ നിന്ന് വേണമെങ്കിലും മാറാന്നൊക്കെ അറിഞ്ഞത്. പിന്നെ ആൾക്ക് മെസ്സേജ് ഒക്കെ അയച്ചു ഓരോ ഡീറ്റെയിലൊക്കെ ആയിട്ട് അറിഞ്ഞു. നമ്മൾ പരിചയപ്പെട്ടത് ഇങ്ങോട്ട് നേഴ്സിംഗ് പഠിക്കാൻ വരാനുള്ള താല്പര്യത്തിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് കേട്ടോ പരിചയപ്പെട്ടത്. അങ്ങനെ ശ്വേതയോട് വന്ന് മെസ്സേജ് അയച്ചു. അപ്പം നമുക്ക് സമയമുള്ളപ്പം മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓണത്തിന് മീറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു, ഓണസദ്യ കഴിക്കാൻ. നാട്ടിൽ വന്നിട്ട് നോക്കി ലക്ക് നോക്കി വന്ന പാടത്തന്നെ ഓണസദ്യ കഴിക്കാൻ പറ്റിയിട്ട് ഞാനിവിടെ വന്നിട്ട് 3 വർഷം ഇപ്പോഴാണ് ഓണസദ്യ കഴിക്കാൻ പോണത്. നമ്മളിനി എങ്ങോട്ട് പോണ്ടേ? നോക്കണം അല്ലേ, ഗൂഗിൾ. പക്ഷേ പറയാം, എങ്ങനെയുണ്ട് ജർമ്മനിയിൽ വന്നിട്ട്? അടിപൊളി. വലിയ കഥയാണല്ലേ? അതെ, ഇവിടം വരെ എത്തിയത് വലിയൊരു കഥയായിരുന്നു. അതൊക്കെ നമുക്ക് പിന്നെ പറയാം അല്ലേ, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്. ശരിക്കും ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതെ അല്ലേ? നമ്മള് എനിക്കൊന്നും ഫോണിൽ നമ്മൾ വിളിച്ച് സംസാരിച്ചില്ല, വെറുതെ മെസ്സേജ് ഇന്നലെയാണെന്ന് എനിക്ക് ആദ്യം. അല്ല, ഞാൻ ഒത്തിരി പേരോട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ടിട്ട്. ആരും ഒന്ന് റിപ്ലൈ ഒന്നും തരാറില്ല. ധന്യ ചേച്ചിയാണ് ആദ്യമായിട്ട് റിപ്ലൈ തന്നത്. താങ്ക് യു സോ മച്ച്. ഓരോരോ ഡൗട്ട് വരുമ്പോ ചോദിക്കും. അല്ല, എനിക്കിങ്ങനെ കുറെ പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കും. ആദ്യം അയക്കുമ്പോ എല്ലാരും വെറുതെ ഹലോ എന്ന് മാത്രം അയക്കും കേട്ടോ. അങ്ങനെ അയക്കുമ്പം എനിക്ക് എന്നെ പറ്റുന്ന വെച്ചാല് കുറേ പേര് ഇങ്ങനെ അയക്കുമ്പോൾ ഇതിങ്ങനെ മെസ്സേജ് അടിയിലിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കില്ലേ. പിന്നെ അവരുടെ ഡൗട്ട് ചിലപ്പോഴൊന്നും എനിക്ക് എല്ലാവരുടെയും ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആരെങ്കിലും ഡൗട്ടൊക്കെ ചോദിച്ച് ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഡൗട്ട് ചോദിക്കുക, വെറുതെ ഹലോ ഹായ് എന്ന് വിടാതെ. അങ്ങനെ ആകുമ്പോൾ എനിക്ക് അന്നേരം എന്തെങ്കിലും എന്താ പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എനിക്കത് ക്ലിയർ ചെയ്ത് തരാൻ പറ്റും. ഓക്കെ, എന്തായാലും ഇപ്പം നമ്മുടെ ഓണസദ്യ കഴിക്കട്ടെ പോയിട്ട്. നല്ല വിശപ്പ് കിട്ടും പറയണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇവിടെ എവിടെയാണെന്ന് തോന്നുന്നു. ഇതൊരു നല്ല ഓൾഡ് സിറ്റി തന്നെയാണ് കേട്ടോ. ഓൾഡ് സിറ്റിയാണ്. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്? ഓൾഡ് ഡോർഫ് ഒരു നല്ല വില്ലേജ് തന്നെയാണ്. നമ്മളങ്ങനെ ഓണസദ്യ കഴിക്കാൻ വന്നിരിക്കുന്നത് മലബാർ കേരള റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ മൊത്തം മലയാളീസ്. സത്യമായിട്ടും ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും മലയാളീസിനെ വന്നിട്ട് ഒരുമിച്ച് കാണുന്നത്.
അറിയത്തില്ലായിരുന്നു. ഞാൻ ജർമ്മനിയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു കേരള റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അത് ഓണസദ്യയാണ് കഴിക്കുന്നത്. അപ്പം എന്താ പറയുക, എനിക്ക് ഒരു 5-6 വർഷമായിട്ട് ഈ ഓണസദ്യ മിസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല സന്തോഷത്തോടും എക്സൈറ്റ്മെൻറ്റോടും കൂടിയാണ് ഞാൻ ഓണസദ്യ കഴിക്കാൻ പോയത് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഈ സദ്യ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ടേസ്റ്റില്ലേ, അതുപോലത്തെ രുചിയായിരുന്നു കേട്ടോ. പരിപ്പ് നെയ്യ് ഞങ്ങൾ നേരത്തെ തന്നെ സദ്യ ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കാൻ പോയത്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ, അതായത് നമ്മുടെ ജർമ്മനിയിലൊക്കെ ഇപ്പോൾ കേരള റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ജർമ്മൻസ് അവിടെ ഫുഡ് കഴിക്കാൻ വരും കേട്ടോ. അതുകൊണ്ട് തന്നെ അവർക്കും കൂടെ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മ്യൂണിഷനിൽ പോയി കഴിഞ്ഞപ്പം ജർമ്മൻസ് ഇരുന്ന് ദോശ ഇഡ്ഡലിയൊക്കെ കഴിക്കുന്നുണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ ചെല്ലുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ കുറച്ചും കൂടെ സ്പൈസിയൊക്കെ ആഡ് ചെയ്ത് തരും. നോർമലി ഇന്ത്യൻസിൻ്റെ റെസ്റ്റോറൻറ്റിൽ ഇവിടുത്തെ ജർമ്മൻസും പോയി കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ വന്ന സമയത്ത് പോലെയല്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ കേരള റെസ്റ്റോറൻറ്റുകളായാലും അല്ലെങ്കിൽ മലയാളി സംഘടനകളായാലും ഒരുപാടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ വലിയ വലിയ സിറ്റികളിലൊക്കെ എന്താ പറയുക, ഓണപ്പരിപാടിയും ഓണസദ്യയൊക്കെ നന്നായി നടക്കുന്നുണ്ട്. ഇപ്പോൾ എവിടെയാണെങ്കിലും നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനുള്ള എന്താ പറയുക അവൈലബിലിറ്റി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്താ പറയുക, നാട്ടിലെ കുറേ കാര്യങ്ങളൊക്കെ മിസ് ചെയ്യാതിരിക്കും കേട്ടോ. നമുക്കെപ്പോഴും ഒരാഘോഷത്തിനൊന്നും നാട്ടിൽ പോകാൻ പറ്റിയില്ലെങ്കിലും കുറേയൊക്കെ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കോമ്പൻസേറ്റ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ പണ്ടത്തെ പോലെയല്ല, പണ്ട് ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു കേട്ടോ കൂടുതലും ജർമ്മനിയിൽ ഉണ്ടായിരുന്നത്. ഇപ്പം മലയാളീസ് കൂടിക്കൂടി വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള എന്താ പറയുക, ഓലനും കാളനും പിന്നെന്താ പറയുക സാമ്പാറും പച്ചടിയും അവിയലും എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള 2 തരം പായസത്തോടു കൂടിയ പപ്പടവും കൂട്ടിയിട്ടുള്ള ഓണസദ്യ ഇവിടെ അവസാനിച്ചിട്ടോ. ഇപ്പോൾ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തിൽ ഒന്നുകൂടെ കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലൊരു ചെറിയ കടയിൽ വന്നൊരു പോലെയുണ്ട് കേട്ടോ. കാരണം ഇത്രയും മിച്ചറും സത്യമായിട്ടും നാട്ടില് നമ്മുടെ ഒരു ചെറിയ നാട്ടുമ്പുറത്തെ ഒരു കടയില്ലേ, പലചരക്കട, പലചരക്കട, ആ കടയിൽ പോയ പോലെ ഉണ്ട് കേട്ടോ. ഒന്ന് എവിടെ അടിപൊളി അച്ചപ്പം ഞങ്ങളിവിടെ കഴിച്ചു നോക്കിയത്. ചെറിയൊരു മധുരം ഉണ്ട്, അടിപൊളിയായിട്ട്. വേണോ? വേണം. ഇവർക്ക് റെസ്റ്റോറൻറ്റ് അടുത്തായിട്ട് തന്നെ ഒരു ചെറിയ ഗ്രോസറി ഷോപ്പും ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിൽ നിന്നുള്ള നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് വരുന്നത്. എനിക്കതൊന്നുമല്ല, ഞാൻ ഈ പയ്യനെ കണ്ടപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു ചെറിയൊരു പലചരക്കടയിൽ പോയിട്ട് നമ്മുടെ അവിടുത്തെ പിള്ളേരൊക്കെ ഇല്ലേ, അതേപോലത്തെ ഒരു ഫീൽ തോന്നിയിരുന്നു. ഞാനവിടെ ചോദിച്ചു, എടാ നിനക്ക് എന്താ ജർമ്മനിയിൽ വന്നിട്ട് ഒരു മാറ്റവും ഇല്ലാത്തതെന്ന്. കാരണം ആ കൊച്ചിവിടെയാണ് പഠിക്കുന്നത്. സാധാരണ നമ്മൾ കണ്ടിരിക്കുന്ന പിള്ളേരിൽ വരുമ്പോൾ ഒരു മാറ്റമൊക്കെ ഉണ്ട്. ഈ പ്രായത്തിലുള്ള ചെറുക്കന്മാര് പയ്യന്മാരില്ലേ, അതുപോലെ തന്നെ ഉണ്ടടാ. നീ മലയാളി ഇങ്ങനെ തന്നെ ഇരിക്കണ്ടേ, പക്ഷെ ജർമ്മനിയിലൊക്കെ വന്നെന്ന് പറയുമ്പോ ഉണ്ടല്ലോ ഈ ഒരു മൊത്തത്തിലൊരു മുടി ഡൈൻ്റെ അല്ല, ഒരു മൊത്തത്തില് ഒരു അപ്പിയറൻസിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ നിനക്കതില്ല. എനിക്ക് പിന്നെ സദ്യ കഴിച്ചതിൻ്റെ ബാക്കി ക്ഷീണത്തിൽ വേറൊന്നും ചുമന്നുകൊണ്ട് പോകാനുള്ള ഒരു മനസ്സില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും വാങ്ങിയില്ല. ഞാൻ എന്തായാലും ഒരു പായസം മിക്സ് വാങ്ങിച്ചിട്ടുണ്ട്. ശ്വേത പിന്നെ ഈ അപ്പത്തിൻ്റെ, എനിക്കൊന്ന് ഇൻസ്റ്റൻറ്റ് ഇടിയപ്പത്തിൻ്റെ അല്ല പാലപ്പത്തിൻ്റെ മിക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് മാത്രമേ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ. എന്തായാലും ആൾ നല്ല മിടുക്കം പയ്യനാട്ടോ. അപ്പോൾ ഇവരുടെ കടയിൽ ചെറിയ ചെറിയ പ്രോഗ്രാംസിനുള്ള ഫുഡൊക്കെ അവരുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഏകദേശം എനിക്കൊന്നും ഒരു 3 വർഷമായിട്ടുള്ള ഒരു സ്റ്റാർട്ട് ചെയ്തിട്ട് പൊറോട്ട, കൊത്തു പൊറോട്ട, അപ്പം, പെപ്പർ ചിക്കൻ, നെയ്ച്ചോറ്, ബിരിയാണി എല്ലാം ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞിട്ട് തൽക്കാലം ടാറ്റാ ബാബി പറഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങിട്ടോ. സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു അല്ലേ? എനിക്കും ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേപോലത്തെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് കഴിക്കാൻ പറ്റി. ഇനി എവിടെയെങ്കിലും പോയി കുറച്ച് നേരം കിടന്നാൽ മതി. അങ്ങനെ അവിടെ ചെന്നപ്പം മാസ്റ്റേഴ്സിന് പഠിക്കുന്ന നമ്മുടെ 2 മലയാളി കുട്ടികളെ കൂടി കണ്ടു കേട്ടോ. അവരും ഇതുപോലെ കണ്ടു കേട്ട് സദ്യ കഴിക്കാൻ വന്നവരാണ്. അപ്പോൾ ഇനി നമ്മൾ പോകുന്ന അടുത്ത് ഹനോവറിലോട്ടാണ്. എനിക്കിനി ഒരു ദിവസം അവധിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹനോവറിൽ നേരെ പോകുമ്പോൾ ശ്വേത എടുത്തവരാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്.
നമുക്ക് ബേക്കിൽ കയറാം. ഇത്തിരി വെട്ടം ഇപ്പൊ ഒതുങ്ങിട്ടോ പക്ഷെ കഴിച്ചേട്ടെ. മറ്റേ ആദ്യം ഭയങ്കര ഒരു വയറ് നിറഞ്ഞിട്ടേ ഉറങ്ങവരമായിരുന്നു. ഇപ്പൊ കുറച്ച് നിന്ന് നടന്നിട്ടൊക്കെ ഓക്കെ. ഇവിടെ നമുക്ക് എത്ര മിനിറ്റുണ്ട്? അങ്ങനെ പോകുന്ന വഴിക്ക് പകുതിക്ക് വെച്ച് ഞങ്ങൾ ചാടി ഇറങ്ങിട്ടോ. പൊക്കോണ്ടിരുന്നപ്പോഴാണ് ശ്വേത പറഞ്ഞത് ഇവിടെ ഒരു ഏഷ്യൻ ആഫ്രിക്കൻ സ്റ്റോർ ഉണ്ടെന്നുള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കുറേ മലയാളീസിനെ കണ്ടു കേട്ടോ. ഓണസദ്യ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഇവിടെ കിട്ടാത്ത അല്ലെങ്കിൽ ഞാൻ കാണാത്ത പലതരം നല്ല വെജിറ്റബിൾ, ഫ്രഷ് ആയിട്ടുള്ള കുറേ വെജിറ്റബിൾ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ നാട്ടിലെ കുറേ മീനുകളില്ലേ, കുറേ വെറൈറ്റി മീനുകളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ശ്വേത മുമ്പ് ഫിഷറീസിലാണ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നാട്ടിൽ. അതുകൊണ്ട് തന്നെ ആൾക്ക് നല്ല ബ്രാൻഡഡ് ഫുഡ് ഏതാണെന്നുള്ളത് നന്നായിട്ട് അറിയാം. പിന്നെ ഞങ്ങളുടെ ഒരു ചപ്പാത്തിയും അതുപോലെ തന്നെ കപ്പയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചപ്പാത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ നമുക്ക് ഈ ഫ്രോസൺ പൊറോട്ട കിട്ടും. എനിക്കത് അത്ര അങ്ങ് എന്താ പറയുക പറ്റിയിട്ടില്ല. പക്ഷേ ഈ ചപ്പാത്തി ഞങ്ങൾ മേടിച്ച് ടേസ്റ്റ് ചെയ്തിട്ട് നല്ലതായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോഴാണ് വേറെ കാര്യങ്ങൾ മനസ്സിലായത്. നമ്മളെക്കാട്ടിലും കൂടുതൽ ജർമ്മൻസാണ് അവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. നമ്മുടെ കാച്ചിൽ, കപ്പ, അതുപോലെ തന്നെ മാങ്ങാപ്പഴം, പച്ച ഏത്തക്ക ഇല്ലേ, അതൊക്കെ ഇവർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലൊക്കെ ജർമ്മൻസ് വരുന്നത്. പക്ഷെ എന്നാലും നമ്മുടെ സാധനങ്ങൾ വാങ്ങിക്കാൻ ഇവർ വരുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ഹന്നോവറിലൊക്കെ പറഞ്ഞ പോലെ കുറേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളും ഇതേപോലെ ഷോപ്പുകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ നാട്ടിലെ എന്താ പറയുക, ഓണസദ്യ വരെ ഫ്രോസണായിട്ട് ഇവിടെ കിട്ടുമല്ലോ. നമ്മുടെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ഏഷ്യൻ ഷോപ്പ്, അതുപോലെ ശ്രീലങ്കൻ ഷോപ്പ്, ആഫ്രിക്കൻ ഷോപ്പിലൊക്കെ പോയാൽ തന്നെ ഫ്രോസണായിട്ട് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ അതേ രുചിയിൽ കിട്ടുമെന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങളൊന്നും കിട്ടില്ല, പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അതേ രുചിയിൽ വാങ്ങിച്ച് കഴിക്കാൻ പറ്റും കേട്ടോ. അതായത് നല്ല സാധനങ്ങൾ കിട്ടാറുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സദ്യ നല്ല അടിപൊളി ആയതുകൊണ്ട് വൈകുന്നേരം നല്ലൊരു പാലും ചായ വെച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമൻസും അതെപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഔഫ് വിഡ്സെയിൻ, ച്യൂസ്.